കടുത്ത ഭിന്നതകൾക്കിടെ ഇന്ത്യ സഖ്യം യോഗം നാളെ. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലെ യോഗത്തിൽ 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ്. ഡിഎംകെയും എൻസിപി പവാർ പക്ഷവും ശിവസേന ഉദ്ധവ് പക്ഷവും വിട്ടുനിൽക്കും. ഐക്യത്തോടെ തുടരുമെന്ന് ജയറാം രമേശ്. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് രാജിവെച്ചു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിൽ നിന്നുള്ള രാജി ബന്ധു നിയമന വിവാദത്തെ തുടർന്ന്. പാർട്ടിക്ക് കളങ്കമുണ്ടാകാതിരിക്കാനാണ് രാജിയെന്ന് ബെന്നി തോമസ്. ഇന്ധനവില വർധനവിൽ ന്യായീകരണവുമായി പെട്രോളിയം മന്ത്രാലയം. സമീപ രാജ്യങ്ങളെക്കാൾ വിലക്കുറവ് ഇന്ത്യയിൽ. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നൽകുന്നത് തുടരും. ഗാർഹിക സിലിണ്ടറിന് 29 രൂപ കൂടി 951 രൂപയായി. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ കൂടുതൽ രേഖകൾ ശേഖരിക്കാൻ ഇഡി. 134 രേഖകൾ PMLA കോടതിയോട് ആവശ്യപ്പെട്ടു. എക്സാലോജിക്കും CMRലും ഉണ്ടാക്കിയ കരാർ അടക്കം ശേഖരിക്കാൻ നീക്കം. മലയാള സിനിമയിലെ ചിരിക്കാലത്തിന് സലാം. സലിംകുമാറിന് വിട നൽകി കലാകേരളം. പറവൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. സംസ്ഥാനത്ത് 3 ദിവസം കനത്ത മഴ. 7 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. ഇടുക്കിയിൽ രാത്രികാല യാത്രാ നിരോധനം. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണം. 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന് US സേന. ഇറാൻ ആക്രമണങ്ങളെ അപലപിച്ച് ഈജിപ്തും സൗദിയും ഖത്തറും. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 100 ദിവസം.